നമസ്കാരം. എല്ലാവർക്കും ഹായ്. അപർണ ചിന്നൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ലോങ് വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. കാരണം സ്ഥിരം വീഡിയോസ് ഒന്നും ഇടാതെ ഷോർട്സ് വല്ലപ്പോഴും ഒന്ന് ഇട്ടു എന്ന് പറയാം. അത് വിചാരിച്ചൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. ലോങ് വീഡിയോ എടുക്കാത്തതിൻ്റെ റീസൺ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ആണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കൊണ്ടാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് വീഡിയോ എടുത്തുകൂടാ എന്നല്ല, പ്രഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് പുറത്തെങ്ങും പോകുന്നില്ല വേറെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. എപ്പോഴും വീട്ടിലിരിക്കുന്ന വീഡിയോസ് ഇടാനെ കൊണ്ട് എൻ്റെ കയ്യിൽ വേറെ എന്താ പറയുക, ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടണില്ല. പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ഇരിപ്പാണ്. ഇരിപ്പ് മീൻസ് ഇരിപ്പ് നടത്താ കിടത്താ ഇങ്ങനെയൊക്കെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്ന റൂട്ടീൻ. അപ്പം വിചാരിച്ചു ഒരു വീഡിയോ എടുത്താൽ എന്താണെന്ന്, അതിൻ്റെ റീസൺ എന്താണെന്ന്. അപ്പോൾ പിന്നെ വീഡിയോ ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല, എന്നാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇത് കൺസീവ് ആയിട്ട് ഇപ്പം 5th മന്താണ്. ഇപ്പം 5th മന്ത് സ്റ്റാർട്ടായിട്ടുണ്ട്. അനോമലി സ്കാനൊക്കെ കഴിഞ്ഞു. ബേബി ഓക്കെയാണ് എന്നറിഞ്ഞ സന്തോഷത്തിലാണ്, എന്നറിഞ്ഞൊരു സന്തോഷവും സമാധാനത്തിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ബേബിയാണ്, ഫസ്റ്റ് ബേബി അല്ല. ഫസ്റ്റ് ബേബി ആയിപ്പോയായിരുന്നു. അത് വന്നിട്ട് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഒന്നും ഇല്ലായിരുന്നു. 3 മാസമാണെങ്കിൽ കുഞ്ഞിന് അതുകൊണ്ട് അത് സെക്കൻഡ് ബേബിയാണ്. അതുകൊണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും തന്നെ അങ്ങനെ എടുക്കേണ്ടി വന്നിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് അറിയാം 3 മന്ത് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ അതിനെ ട്രൈ ചെയ്തത്. അപ്പോൾ അറിയാം എപ്പോഴും കൺസീവ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പീരീഡൊക്കെ ഡിലേ ആയി നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഹാപ്പി ആയില്ലെന്നല്ല, ഹാപ്പി ആയി. എന്നാലും ഉള്ളിൽ പഴയ ഇതിങ്ങനെ കിടക്കുമ്പോൾ, ഫസ്റ്റ് ബേബിയുടെ ഇത് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് സന്തോഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരോടും അങ്ങ് ഷെയർ ചെയ്യാനും ഒരു ഇത് വരുന്നില്ല. എന്നിട്ട് അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞായിരുന്നു. അമ്മയുടെ അച്ഛനോടും പിന്നെ ചേട്ടൻ്റെ ചേച്ചിയോടും പറഞ്ഞായിരുന്നു. വേറെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഫസ്റ്റ് ബേബിയുടെ ഇതായപ്പോൾ ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ സെക്കൻഡ് ബേബിയുടെ ഒന്ന് ഇതായിട്ട് 3 മാസമൊക്കെ ആയിട്ട് എങ്ങനെ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചു. ഫസ്റ്റ് ബേബിയുടെ ഇത് അറിഞ്ഞപ്പോൾ കൺസീവ് ആയ സമയത്ത് ഞങ്ങൾ ആരോടും പറഞ്ഞില്ലായിരുന്നു. ആ സമയത്ത് തന്നെ ഏട്ടന് ഹോസ്പിറ്റലിലാവുകയും ചെയ്തു. ചെറിയൊരു മൈനർ സർജറി ഒക്കെ വേണ്ടി വന്നായിരുന്നു ചേട്ടന് വേണ്ടിയിട്ട്. അത് ചേട്ടൻ്റെ കാലിലെ തള്ളവരിൽ വെയിൻ കട്ടായി അതിനൊരു ചെറിയ സർജറി ഉണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ കൺസീവ് ആയത്. ആ സമയത്ത് ഞാൻ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി എടുക്കുകയൊക്കെ ചെയ്ത്, ഇനി അതുകൊണ്ടാണോ എന്തോന്നും അതിനെപ്പറ്റി എനിക്ക് അധികം അറിയത്തില്ല. എന്നാലും അങ്ങനെ വണ്ടിയിലൊക്കെ യാത്ര എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അത് പോവുകയും ചെയ്തു. അത് ഹാർട്ട് ബീറ്റ് കേട്ടതും ഇല്ല. 2-3 വട്ടത്തിൽ സ്കാനിങ് എടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഒന്നും അറിഞ്ഞില്ല, പോസിറ്റീവായിട്ടുള്ള റിസൾട്ടൊന്നും കണ്ടില്ല. പിന്നീട് ബ്ലീഡിങ് വരികയും ചെയ്തു. അപ്പോൾ പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് ഡോക്ടർ മരുന്ന് തന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയാണ് നമ്മൾ മരുന്ന് കഴിച്ച് അതിനുള്ള പ്രൊസീജിയറൊക്കെ നമ്മൾ എഴുതി കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ അബോർഷനൊക്കെ സംഭവം ചെയ്തത്. ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ സെക്കൻഡ് ബേബി ആയപ്പോൾ ഹാപ്പി ഉണ്ട്. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. മാക്സിമം 3 മാസം വരെ ഞാൻ ഇങ്ങനെ നോക്കി. എന്ന് വെച്ചാൽ 3 മാസം വരെ നമ്മൾ നോക്കി. ബേബി യാതൊരു കുഴപ്പമില്ലെന്ന് അറിയുമ്പോഴല്ലേ നമുക്ക് സന്തോഷത്തോടെ എല്ലാവരുടെ പറയാൻ പറ്റൂ. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ, 3 മാസമൊക്കെ ആയിട്ടാണ് മിക്കുള്ളവരും ഇത് റിവീൽ ചെയ്യാറുള്ളത്, എല്ലാവരും പറയാറുള്ളത്. അങ്ങനെ 3 മാസമൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതലും അറിഞ്ഞവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, അറിയാതിരിക്കാൻ ചാൻസ് കുറവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തിൽ പറയേണ്ട ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഹെൽത്ത് വഴി എന്തായാലും നാട്ടിലുള്ള ആൾക്കാരൊക്കെ അറിയും. അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനായിട്ട് ആരുടെ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ 3 മാസമൊക്കെ കഴിഞ്ഞു. എൻ്റെ ബ്രദറിൻ്റെ വൈഫിനെയൊക്കെ എല്ലാവരും വിളിച്ചു പറയുകയുണ്ടായി. അറിഞ്ഞ കാര്യമാണ്. എന്നാലും ഞാൻ 3 മാസമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് എൻ്റെ ഫ്രണ്ട്സിനോട് പോലും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോടൊന്നും ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അതൊക്കെ ഞാൻ ഈ റീസെൻ്റ്ലിയാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ 5th മന്ത് അനോമലി സ്കാൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടായാലും പറഞ്ഞത്. ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്റ്റയിൽ സ്റ്റോറി ഒക്കെ ഇട്ടും, ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടും, ദെൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു. അങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞത്. പ്രഗ്നൻസി ജേർണി എന്ന് പറയാനായിട്ട് വലിയ ഇതൊന്നുമില്ല. ഡെയിലി അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിയുമ്പോൾ, അച്ഛനും അമ്മയും ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായി കഴിയുമ്പം പ്രത്യേകിച്ച് എന്താ ചെറിയൊരു ക്ലീനിങ്ങും കാര്യങ്ങളും, എക്സസൈസ് ആയിട്ടല്ല, ജോലിയൊക്കെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞില്ല. അപ്പോൾ അതനുസരിച്ച് കുറച്ച് അടുക്കള ക്ലീനിങ്, വലിയ തോതിലാകുമ്പോൾ വലിയതല്ല, ചെറിയ തോതിലുള്ള അടുക്കള ക്ലീനിങ്ങും തൂത്തുവാരലൊക്കെയാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പം മിറ്റം തൂക്കലും, അങ്ങനെ ഒരു ചെറിയ അല്ലറ ചില്ലറ പരിപാടി. അല്ലാത്ത സമയമൊക്കെ കിടക്കൽ, ഇരിക്കൽ, നടക്കൽ,
ഫുഡടി ഇതൊക്കെയാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഇല്ല. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല, ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അത് ഞാൻ മാത്രമല്ല, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാം. എന്താ വെയിലല്ലേ, കുറച്ച് ദിവസം നല്ല തണുപ്പായിരുന്നു, ഭയങ്കര വെയിൽ. ഇനിയിപ്പോൾ വെയിലത്തോട്ട് ഇറങ്ങാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂടാതെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്ന്, അപ്പോൾ അവരെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആ വഴിക്ക് കുറച്ച് പേർക്ക് ഫുഡും കൂടെ കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല കുറച്ച് പേരുണ്ടോന്ന്, കണ്ടല്ലോ. ഇവർക്ക് നമ്മൾ കുറച്ച് പോച്ച കൊടുക്കാനായിട്ട് പോവുകയാണ്. പോച്ചയ്ക്ക് വേണ്ടി നോക്കി നിൽക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഈ വീട്ടിലെ ആൾക്കാരെ കാണാം കേട്ടോ. ദാണ്ട് ഹലോ ബേബീസ്, കണ്ടോ ഇവിടുത്തെ ബേബീസിനെ? എന്ത് എല്ലാം ഉണ്ടോ? എല്ലാരും കാണുന്നുണ്ടോ? എല്ലാരും ഉണ്ട്. നമുക്ക് അടുത്ത ആളെ കൂടെ പരിചയപ്പെടുത്താം. ദാണ്ടെ കണ്ടല്ലോ, ഇവിടെ ഞാൻ കൂടാതെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ എനിക്ക് കൂട്ടിനായിട്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും ഇതില്ലായിരുന്നു കേട്ടോ. സത്യം പറയുമ്പോൾ പട്ടികളെ അങ്ങനെ പൊതുവെ ഇഷ്ടമല്ല, പക്ഷെ ഇവിടെ വന്നിട്ടും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷെ എന്നിട്ടും എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല. അടുത്ത ഇവിടുത്തെ ഫസ്റ്റ് കുട്ടിയാണ്, ഇവിടുത്തെ ഫസ്റ്റ് ബേബി. ഞാൻ വരുന്നതിന് 2 വർഷം മുമ്പ് കണ്ട് വന്നതെന്ന് തോന്നുന്നു. ഇവിടെ കുഞ്ഞിലെ കൊണ്ടുവന്നെ. ഇതാണ് ഇവിടുത്തെ മൊക്കി, മിക്കി എന്ന് പറയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൊക്കി എന്ന് വിളിക്കും. എന്തുവാ തുറന്നു വിടാനാണോ? എന്തോത്തിനാ തുറന്നു വിടുന്നേ? തുറന്നു വിട്ടേക്ക, പെട്ടെന്ന് ചാടി വന്നാൽ മതിയല്ലോ, മൂത്രമൊഴിക്കാൻ പോകാനായിരിക്കും. അത് പോയിട്ട് വരട്ടെ. അവള് വീണ്ടും പെറ്റു. അവള് വീണ്ടും പെറ്റ്. എത്ര പിള്ളേരായിരുന്നു? 6 ഉണ്ട്. ഇതിനൊക്കെ ആർക്ക് കൊടുക്കുന്ന യാതൊരു എത്തുപിടിയില്ല. ഫുൾ ബ്ലാക്ക്. അപ്പടെ ഒരെണ്ണത്തിനാന്ന് തോന്നുന്നത് അങ്ങ് ഒരു വെളുപ്പ് ഇച്ചിരി. വാ ഇവിടെ വെയിലൊന്നാമത്. ഇവിടെ കറി കൂട്ടില് ഇവിടെ പിള്ളേരെ എടുക്കുമ്പോ ഇവിടെ കയറാന്. ഇവിടെ കൂട്ടി കയറി. അവിടെ കിടന്നാൽ മതി. ഞാൻ ഇവരെ ആരും അഴിച്ചു വിടത്തില്ല. അഴിച്ചു വിട്ടാൽ ഇതിന് പുറകെ നടക്കണം. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ നേരെ കുറച്ചുകൊണ്ടില്ല, കടിക്കത്തില്ല, കുറച്ചുകൊണ്ട് അറിയാനായിട്ട് ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പേടിക്കത്തില്ല. പിന്നെ ഇങ്ങനെ മിക്കി, ബ്ലാക്കി, ലിയോ എന്ന് പറഞ്ഞ് നടക്കാൻ വയ്യ. അയ്യോ, ഞാൻ ആ പിച്ചാത്തി കോഴിക്കൊണ്ട് മണ്ടക്കി വെച്ചിട്ട് വന്നില്ലയോ, ആ വൈകിട്ടല്ലേ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് അടിക്കാൻ പോവുകയാണ്. ഉച്ചയ്ക്കത് സമയമൊന്നും 1 മണി ആയിട്ടില്ല, പക്ഷെ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ അങ്ങ് കഴിക്കരുത്. അങ്ങനെയാണ് ഞാൻ. അപ്പം ഇന്ന് കഴിക്കാനായിട്ട് പയർ മെഴുക്കുവരട്ടിയുണ്ട്, ക്യാരറ്റുണ്ട്, അവിയലുണ്ട്, ഇന്നലത്തെ മീൻ കറിയുടെ 2 കഷ്ണം. ഇനി സിനിമയൊക്കെ കണ്ടിരുന്ന് നമ്മൾ ഫുഡ് അടിക്കാൻ പോവുകയാണ്. ഈ പച്ചക്കറി ഐറ്റംസ് കൂടുതൽ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞു പച്ചക്കറി നല്ലപോലെ കഴിക്കണമെന്ന്. അതാണ് പയർ മെഴുക്കുവരട്ടി, അവിയൽ, പിന്നെ ഒരു ക്യാരറ്റും ഒക്കെ എടുത്തേക്കുന്നത്. പക്ഷെ എനിക്ക് അവിയൽ അത്ര താല്പര്യമില്ല. പ്രഗ്നൻ്റ് ആയതിനു ശേഷം അവിയലിനോട് വലിയ താല്പര്യമില്ല. നേരത്തേക്ക് അവിയൽ നല്ലപോലെ കഴിക്കുമായിരുന്നു. ഇപ്പം അവിയലിനോടൊന്നും വലിയ താല്പര്യമില്ല. എരി കൂട്ടിയതെന്ന് പറഞ്ഞാൽ പക്ഷെ ഇന്നലെ വെച്ച മീൻകറി ആയിരുന്നേ, തേർഡ് കറി ആയിരുന്നു. ഞാൻ വലിയ ആവേശത്തിന് മീൻകറി ചാറൊക്കെ ഇന്നലെ എടുത്ത് ഒഴിച്ചു. അപ്പോൾ എനിക്ക് എരി ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു, എരി ഒരുപാട് കഴിക്കരുതെന്നും പറഞ്ഞു. എനിക്ക് ഈ ഗ്യാസൊക്കെ കയറുന്നതുകൊണ്ട് ഇന്ന് രാവിലെ ആയപ്പോൾ തൊട്ട് വയറിന് നല്ല വേദനയായിരുന്നു. കെട്ടിയവൻ്റെ വയറിന് നല്ലപോലെ കേൾക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് മിറ്റം തൂക്കലൊക്കെ കഴിഞ്ഞ് അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി 6 മണിയായി. ഇനി നമുക്ക് വിളക്ക് എത്തിക്കാൻ പോവാം.
വിളക്കത്തിയിലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഡേ ഇത്ര. ബൈ ബൈ, സി യു.